വാർത്തയിൽ ബംഗ്ലാദേശിലെ അവസ്ഥ അതെങ്ങോട്ടാണ് പോകുന്നത് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇപ്പോൾ ഷെയ്ഖ് ഹസീന തന്നെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഹസീന രാജിവെച്ചിട്ടില്ല, ഹസീനയ്ക്ക് വെറുതെ ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ യൂനസിനെ വിമർശിച്ചുകൊണ്ട്. അപ്പോൾ ഒപ്പം ഇന്ത്യയും കൂടെയുണ്ട് എന്നുള്ള താക്കീതാണ് ഹസീന യൂനസിന് നൽകുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ വലിയ രീതിയിൽ ആക്രമിക്കുന്നു, ഹിന്ദു ക്ഷേത്രങ്ങളെ ആക്രമിക്കുന്നു. സത്യത്തിൽ എന്താണ് ബംഗ്ലാദേശിൻ്റെ സ്ഥിതി ഇപ്പോൾ? ഇന്ത്യ ബംഗ്ലാദേശിന് പണി കൊടുക്കാൻ ഇടയുണ്ടോ? യഥാർത്ഥത്തിൽ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിടുന്ന ക്രൂരമായ ആക്രമണം, ആ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് അധികം നോക്കി നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. RSS ഉൾപ്പെടെയുള്ള നമ്മുടെ ഭരണചക്രം തിരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇതിനെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഇടപെടലുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ സമയം ഇന്ത്യ കാത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത്, ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ട്രംപ് ഈ ഇസ്കോണുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് ഹരകൃഷ്ണ പ്രസ്ഥാനം, ഇസ്കോണും ഒക്കെ ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അപ്പം ഈ ഇസ്കോണുമായി ബന്ധപ്പെട്ട ഹിന്ദു സംഘടനകളാണ്. അതായത് ട്രംപുമായി വളരെയധികം ബന്ധം സൂക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇസ്കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്കോൺ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ചെറിയ സംഘടനയല്ല, അത് ലോകത്താകമാനമുള്ളൊരു സംഘടനയാണ്. അപ്പോൾ ഇസ്കോണിൻ്റെ ഒരു പ്രധാനപ്പെട്ട മഠങ്ങൾ, അതുപോലെ തന്നെ സന്യാസിമാർ, ഇവരെയൊക്കെയാണ് ആക്രമിക്കുന്നത്. സ്വാമി ചിന്മോയ് ദാസ് എന്ന് പറയുന്ന അവരുടെ ആത്മീയാചാര്യൻ, ഇസ്കോണിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയാചാര്യനെ ഒരു കാരണവുമില്ലാതെ പിടിച്ച് ജയിലിലിടുന്ന ഒരു സ്ഥിതി. അപ്പോൾ നമ്മൾ ജയിലല്ലേ, അതുപോലെയല്ല ഇവിടുത്തെ ജയിൽ പോലെയല്ല അവിടുത്തെ ജയിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ട്രംപ് ഇറങ്ങുന്നതോടുകൂടി ചില കാര്യങ്ങളൊക്കെ നടക്കുമെന്നുള്ളതാണ്. അതായത് ജനുവരി 20 വരെ നിങ്ങൾ കാത്തിരിക്കൂ, അതിനുശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാമെന്നുള്ള നിലയ്ക്കാണ് മാധ്യമങ്ങളൊക്കെ, അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ട്രംപ് അധികാരത്തിൽ വരികയും നരേന്ദ്രമോദിയും ട്രംപും ഉൾപ്പെടെയുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ബംഗ്ലാദേശിൻ്റെ ഈ നീക്കത്തെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അവിടേക്ക് ഒരു ആക്രമണ സാധ്യതയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഒരു ആക്രമണം നടത്തി ഷെയ്ഖ് ഹസീനയെ അതിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശങ്ങളൊക്കെ ഇന്ത്യക്കും, അതുപോലെ തന്നെ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കമുള്ള ആളുകൾ അമേരിക്കയിലെ FBI ഉൾപ്പെടെ CIA ഉൾപ്പെടെയുള്ള ചാര സംഘടനകളുടെ നാഷണൽ സെക്യൂരിറ്റിയുടെ ഒക്കെ മുകളിലേക്ക് തലപ്പത്തേക്ക് ട്രംപ് വെച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. മാത്രമല്ല ഇന്ത്യയോടും ഹിന്ദുയിസത്തോടും കൂടുതൽ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അവരുടെ നീക്കം എന്തായിരിക്കുമെന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. അതിനോടൊപ്പം തന്നെയാണ് ഈ മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശിൽ വംശഹത്യയ്ക്ക് നേതൃത്വം നൽകുന്നു എന്നാണ് ഷെയ്ഖ് ഹസീന പറയുന്നത്. യൂനസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഉയർത്തുന്നുണ്ട്. മുഹമ്മദ് യൂനസ് വംശഹത്യ നടത്തുകയാണ്, ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ യൂനസ് പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പിതാവ് മുജീഹുർ റഹ്മാനെ പോലെ തന്നെയും സഹോദരി ഷെയ്ഖ് രഹ്നയും വധിക്കാൻ ഇവർ പദ്ധതി ഇട്ടിരുന്നതായും ഹസീന ആരോപിക്കുന്നുണ്ട്. ഈ ഓഗസ്റ്റിലാണ് ഈ പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച ഹസീന ഇന്ത്യയിലേക്ക് എത്തിയത്. ഇന്ത്യയിൽ അഭയം പ്രാപിച്ചു. ഇപ്പോൾ വംശഹത്യയ്ക്ക് യൂനസ് തയ്യാറെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഹസീന ഇത് സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞതല്ല, ഹസീനയ്ക്ക് അഭയം കൊടുത്തത് ഇന്ത്യയാണ്. അപ്പോൾ ഹിന്ദുക്കളെ അവിടെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷമായ ഹിന്ദുവിനെ ആക്രമിക്കുന്നു എന്നുള്ളത് ഇന്ത്യയെ, പ്രത്യേകിച്ച് മോദി സർക്കാരിനെ അല്ലെങ്കിൽ BJP സർക്കാരിനെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരിതിൽ കൃത്യമായ തീരുമാനമെടുത്താൽ, നിലപാടുകൾ സ്വീകരിച്ചാൽ ഒരുപക്ഷെ വീണ്ടും ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോയി പ്രധാനമന്ത്രിയാക്കാനും ഒരുപക്ഷെ മോദിക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരിനോ കഴിയും. അതൊരുപക്ഷെ യൂനസ് മനസ്സിലാക്കിയില്ല എങ്കിൽ ഈ ഹിന്ദുക്കളോട് കാണിക്കുന്ന, പ്രത്യേകിച്ച് ഹിന്ദു സന്യാസിമാരോടൊക്കെ കാണിക്കുന്ന ഈ അതിക്രൂരത, അവരെ ജയിലിലടയ്ക്കുന്നു, അവരെ പോകാൻ അനുവദിക്കുന്നില്ല, പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരെ രാജ്യം വിടാൻ അനുവദിക്കുന്നില്ല, ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ അവർക്ക് മേൽ ഉണ്ടാക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു അറുതി വന്നേ മതിയാകൂ. കാരണം ഈ പ്രക്ഷോഭം തുടങ്ങിയത് മുതൽ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ അവിടെ വല്ലാതെ ആക്രമിക്കപ്പെടുന്നുണ്ട്, അവർ വേദനിക്കപ്പെടുന്നുണ്ട്, മരണപ്പെടുന്നുണ്ട്. ക്ഷേത്രങ്ങൾ, വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട്, അല്ലേ? തീർച്ചയായും. അതായത് അദ്ദേഹത്തിൻ്റെ ഇപ്പം ഹസീന പറഞ്ഞതുപോലെ മുജീബുർ റഹ്മാൻ എന്ന് പറയുന്ന അവരുടെ രാഷ്ട്രപിതാവായിട്ടുള്ള, ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് വിഭജിച്ച് അവരുടെ സ്വന്തമായ ഒരു രാജ്യം അവർക്ക് വേണം
വേണമെന്ന് തോന്നിയപ്പോൾ അവരുടെ കൂടെ നിന്ന് അതിന് നേതൃത്വം കൊടുത്ത അവരുടെ രാഷ്ട്രപിതാവിനെ തന്നെ അവരെന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതാണ് അവരുടെ തീവ്രവാദ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അവരുടെ കുടുംബത്തെ നശിപ്പിക്കാനുള്ള ശ്രമം അവർ നടത്തി. എന്താണ് മതേതരത്വം എന്ന് പറയുന്ന, മതേതരത്വം എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ പോലും ന്യൂനപക്ഷങ്ങൾക്ക് ഒരു കരുതൽ കൊടുത്തു എന്നതാണ് അവർ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത്. ഹസീനയുടെ ഭരണത്തിൽ ഹിന്ദുക്കൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ഒക്കെ അത്ര വലിയ സുഖമൊന്നും ആയിരുന്നില്ല, പക്ഷേ അവർക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നു. അവരുടെ ഒരു കരുതൽ ഉണ്ടായിരുന്നു എപ്പോഴും. ആ കരുതലിനെയാണ് ആര് ഭയപ്പെട്ടത്? ജമാഅത്തെ ഇസ്ലാമി ഭയപ്പെട്ടത്. അങ്ങനെ അതിനെ മൊത്തമായി അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഒരു ഇസ്ലാമിക ഫാസിസ്റ്റ് ഭരണകൂടത്തെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു ശ്രമം അവർ ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു ഫാസിസ്റ്റ് ഭരണകൂടം അവിടെ അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ മീഡിയ വൺ ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചു, പിന്നെ ഔട്ട് ഓഫ് ഫോക്കസിൽ ചർച്ച നടത്തി. അതെ, ഏകാധിപതികൾക്ക് ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, നരേന്ദ്രമോദിക്ക് ഇതാണ് സംഭവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് രാജ്യദ്രോഹം എന്ന് പറയുന്നത്. രാജ്യദ്രോഹമല്ല, ലോകത്തിന് തന്നെ ദ്രോഹമാണ് ഇതൊക്കെ. കാര്യം ജമാഅത്തെ ഇസ്ലാമി പോലുള്ള അവിടെ നടത്തുന്ന ക്രൂരമായ ആക്രമണങ്ങൾക്ക് പിന്നിൽ എന്തൊക്കെയാണ് എന്ന സത്യം അറിഞ്ഞിട്ടും അതിനെ ഒരു ഇവിടുത്തെ യുവാക്കൾക്കിടയിലേക്ക് പോലും, അതായത് ഇവിടുത്തെ മുസ്ലിം യുവാക്കൾക്കിടയിലേക്ക് പോലും വർഗീയതയുടെ തീവ്രവാദത്തിൻ്റെ പിന്നെ നാമ്പുകൾ വെച്ച് പിടിപ്പിക്കാൻ ഇവർ പണിപ്പെടുന്ന കഷ്ടപ്പാടുണ്ടല്ലോ, അതിന് നമുക്ക് ഭയങ്കര മുഖവിലക്കെടുത്തേ പറ്റൂ. അഭിനന്ദിക്കണം ഇവരെയൊക്കെ. ഞാൻ രണ്ടാമതൊരു ഭാഗം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഹമാസുമായി ബന്ധപ്പെട്ട്, പിന്നെ അതുപോലെ തന്നെ പാലസ്തീനുമായി ബന്ധപ്പെട്ട് പാലസ്തീനിലെ വിഷയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പാലസ്തീൻ ജനതയ്ക്ക് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോസ്റ്റ് ഇട്ട ആളാണ് ഞാൻ. അതുപോലെ തന്നെ മണിപ്പൂരിൽ പ്രശ്നം നടന്നപ്പോൾ മണിപ്പൂരിലെ ആളുകൾ ആക്രമിക്കപ്പെടരുത് എന്ന് കരുതി പോസ്റ്റ് ഇട്ട ആളുമാണ് ഞാൻ. അതിനെതിരെയും പ്രതികരിച്ച ആളാണ് ഞാൻ. ഇവിടുത്തെ യുവജന സംഘടനകൾ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, ഇവിടുത്തെ യുവജന സംഘടനകൾ പാലസ്തീൻ വിഷയത്തിൽ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനം അവിടെ നടത്തുന്ന തോന്നിവാസങ്ങൾ കാരണമാണ് അവിടെ അവരെ ബലിയാടാക്കിക്കൊണ്ട് അവർ കളിക്കുന്നു എന്നുള്ളത് പോലും മറച്ചു വെക്കാതെ, അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഈ ഹമാസിനെ തീവ്രവാദമെന്ന് വിളിക്കാൻ അവർക്ക് ധൈര്യമില്ലാതെ ഇവിടെയുള്ള ഇടതും വലതും ഇവിടെ പാലസ്തീന് വേണ്ടിയിട്ട് എന്താണ് ഐക്യദാർഢ്യം സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ ഈ പറയുന്ന സദ്ദാം ഹുസൈൻ മരിച്ചപ്പോൾ ഐക്യദാർഢ്യം സംഘടിപ്പിച്ചു. പിന്നെ പല യഹ്യാ സിൻവറിന് വേണ്ടി മയ്യത്ത് നിസ്കാരം സംഘടിപ്പിച്ച ആളുകൾ. ഇപ്പം ആമസോൺ കാർഡുകൾക്ക് തീപിടിക്കുമ്പോൾ അതിനെതിരെ പിന്നെ DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതികരിച്ചിരുന്നു. ഞാനതിനെ സ്വാഗതം ചെയ്യുന്ന വ്യക്തിയാണ്. അങ്ങനെ പ്രകൃതി നശിക്കുമ്പോൾ അതിനെ പിന്നെ അത്തരത്തിൽ പ്രതികരിക്കണം എന്ന് പറയുന്ന വ്യക്തിയാണ്. പക്ഷേ ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇത്രയും ക്രൂരമായ ആക്രമണം ബംഗ്ലാദേശിൽ നടന്നിട്ട് ബംഗ്ലാദേശിലെ ഒരു പാവപ്പെട്ട ഹിന്ദു സന്യാസിമാരെ, ഹിന്ദുക്കളെയൊക്കെ അതിക്രൂരമായി വംശഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഭക്ഷണത്തിന് വേണ്ടി, വെള്ളത്തിന് വേണ്ടി ഇതൊക്കെ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അവിടെ നിന്ന് പുറത്തേക്ക് അവർക്ക് കടക്കാൻ കഴിയുന്നില്ല. അവിടെ തടഞ്ഞു വെക്കുകയാണ്. നിങ്ങൾ രക്ഷപ്പെടരുത്, നിങ്ങളോട്ട് രക്ഷപ്പെടുകയുമില്ല, നിങ്ങളോട്ട് ഇവിടെ ജീവിക്കുകയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. സ്വാമി ചിന്മോയ് ദാസ് എന്ന് പറയുന്ന അവിടുത്തെ ആത്മീയാചാര്യനെ അവർ ക്രൂരമായി പീഡിപ്പിച്ച് ജയിലിലിടുന്നു. അതുപോലെ തന്നെ പിന്നെ ഇവർക്ക് വേണ്ടി വാദിക്കാൻ പോകുന്ന വക്കീലന്മാരെ പോലും തല്ലി കൈയും കാലും നടുവും ഒടിച്ച് ആശുപത്രിയിലെ ICUവിൽ കിടക്കേണ്ട ഗതികേട് വരുന്നു. ചികിത്സ നിഷേധിക്കുന്നു. കുട്ടികളെ ആകെ പിന്നെ അടക്കം ഇല്ലായ്മ ചെയ്യുന്നു. ഒരു ക്രൂരമായ ഒരു കാഴ്ച പിന്നെ നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അതായത് അവിടെയുള്ള പശുക്കളെ ആകെ ഹിന്ദുത്വത്തിൻ്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തല്ലി കൊല്ലുന്ന അതീവ മൃഗീയമായ കാടത്തം അവിടെ നടന്നിട്ടും ഇവിടെയുള്ള ഒരൊറ്റ യുവജന സംഘടനകൾ പോലും, ഇവിടെയുള്ള ഇടത് വലത് മുന്നണികൾ, CPM ഇല്ല, കോൺഗ്രസ് ഇല്ല, ഒരു BJP പോലും ഇപ്പൊ കേരളത്തിൽ ഞാൻ പറയുന്നതാണ് ഇല്ല, ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല. എവിടെ മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾ നടന്നാലും അവിടെയൊക്കെ ഞങ്ങൾ ഉണ്ടാവും, ഞങ്ങൾ അതിനെതിരെ പ്രതികരിക്കുമെന്ന് പറഞ്ഞ യുവജന സംഘടനകൾ എന്തുകൊണ്ടാണ് ഈ ബംഗ്ലാദേശിലെ ഈ പാവപ്പെട്ട ഹിന്ദുക്കളെ പിന്നെ ഇല്ലായ്മ ചെയ്യുമ്പോൾ, ക്രൂരമായി വംശഹത്യ ചെയ്യുമ്പോൾ അതിനെതിരെ മിണ്ടാത്തത് എന്താ? ഇവിടെയൊക്കെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. തീർച്ചയായിട്ടും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്ക് അവർക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരം ഇന്ത്യ ഇടപെട്ട് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിനൊക്കെ പിന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ആളുകളുണ്ടല്ലോ, ചില ആളുകളൊക്കെ, അവരൊക്കെ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കട്ടെ, തങ്ങളുടെയൊക്കെ ആശയങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും.